ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന ഒരു അൺബോക്സിംഗ് ആണ്. നോക്കിയയുടെ ബിൽറ്റ് ഇൻ ക്രോംകാസ്റ്റ് മീഡിയ സ്ട്രീമിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ആൻഡ്രോയിഡ് ബോക്സ് ആട്ടോ. അതിന്റെ ഇൻസ്റ്റലേഷനും വർക്കിംഗും എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡിവൈസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടിവിയും സ്മാർട്ട് ടിവി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡിവൈസ് മേടിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. ഈ പ്രോഡക്റ്റ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്, ഓൺലൈൻ അവൈലബിൾ അല്ല എന്നുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് അൺബോക്സിംഗ് ചെയ്തേക്കാം. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ബോക്സിന്റെ കൂടെ ഒരു റിമോട്ടും ഉണ്ട്. ഈ ഒരു ഡിവൈസ് ഗൂഗിളുമായിട്ട് കണക്റ്റഡ് ആട്ടോ. ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ടാക്സിലൊക്കെ 3000 രൂപയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത് ക്രോംകാസ്റ്റ് ബിൽറ്റ് ഇൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ നേരെ ടി വിയിലേക്ക് കാസ്റ്റ് ചെയ്യാം. സിനിമയൊക്കെ മൊബൈലിൽ നിന്ന് നേരെ ടി വിയിലേക്ക് കാണാം. പിന്നെ ക്വാഡ് കോർ പ്രൊസസ്സറാണ്, ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് ഉണ്ട്, C5, ഡിസ്നി ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് ഇതൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തൊരു ആപ്പാട്ടോ. നോക്കിയുടെ ആയതുകൊണ്ട് നമുക്ക് വെർഷൻ്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. എന്താ ബോക്സിനകത്തുള്ളത് നോക്കാം. മീഡിയ സ്ട്രീമർ ഉണ്ട്, റിമോട്ട് ഉണ്ട്, പിന്നെ അഡാപ്റ്റർ ഉണ്ട്. സീല് ബ്രേക്ക് ചെയ്യാം. ഏത് പ്രോഡക്റ്റും നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ സീല് ബ്രേക്ക് ആയിട്ടുണ്ടോ നോക്കണം കേട്ടോ. ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കരുത്, അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കുക. റീഫർബിഷ്ഡ് ആയിരിക്കും. നല്ല തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവലിനകത്ത് എങ്ങനെ ഇത് നമുക്ക് അസംബിൾ ചെയ്യാം, ടി വി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം, സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ സൈഡിലേക്ക് വെച്ചേക്കാം. ഈ കാണുന്ന ചെറിയ ഡിവൈസാണ് നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ്. വളരെ കുറച്ച് വെയിറ്റ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ 35 ഗ്രാം മാത്രമൊക്കെ വരുത്തുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡിൽ HDMI പോർട്ടും മറ്റു സൈഡിൽ പവർ കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ് വരുന്നത്. ഇതിലേക്ക് ഒരു പവർ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ബോക്സിനകത്തിൻ്റെ പവർ അഡാപ്റ്ററും തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ 5 വോൾട്ടിൻ്റെ 1000 മില്ലി ആംപിയറിൻ്റെ ഒരു പവർ പ്ലഗ് ആണ് വന്നിരിക്കുന്നത്. USB കേബിളും ഉണ്ട്. ഇത് HDMI കേബിളാണ്. ഈ HDMI കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടി വിയിലേക്ക് കണക്റ്റ് ആക്കുന്നത്. അപ്പോൾ അടുത്ത ബോക്സിൽ റിമോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബാറ്ററി ഉണ്ടോ എന്ന് നോക്കാം. ബാറ്ററി തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ ബാറ്ററി കൊണ്ടുവരും. ഇതിൽ AAA സൈസ് ചെറിയ ബാറ്ററി ഇല്ലേ, അതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ AAA സൈസ് ബാറ്ററി ഞാൻ ഇടുകയാണേ. എന്നിട്ട് വർക്കിംഗ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, എൻ്റെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി HDMI കേബിൾ കണക്ട് ചെയ്തേക്കാം. നല്ല നീളമുള്ള USB വയർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക്, ബോക്സിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്തേക്കാം. ഈ ഒരു ബ്ലാക്കിലുള്ള സംഗതി തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് നോക്കുക കേട്ടോ.
അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് IR റിസീവർ കേബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ IR റിസീവർ കേബിൾ എന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് സിഗ്നൽസ് ഒക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള കേബിളാണ് ആ ബ്ലാക്കിൽ റൗണ്ടിലുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന റീസെറ്റ് ബട്ടണാണ്. ഇതൊക്കെ നമ്മൾ ബുക്കിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ പോർട്ടിൽ HDMI കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ USB നമുക്ക് ആ പവറിൻ്റെ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ആ സ്റ്റെബിലൈസറാണ് ടിവിയുടെ കേട്ടോ. ആ സ്റ്റെബിലൈസറിലേക്ക് കണക്ട് ചെയ്തേക്കാം. എന്നിട്ട് ഇതിൻ്റെ ടിവിയുടെ ബാക്കിൽ HDMI പോർട്ടുണ്ട്. HDMI 1, 2 എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണക്ട് ചെയ്യാം. 2ൽ കണക്ട് ചെയ്യാം. എന്നിട്ട് TV ഓൺ ചെയ്യുക. TV ഓൺ ചെയ്തിട്ട് നമ്മുടെ ടിവിയുടെ റിമോട്ട് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് വേണം. അത് ഉപയോഗിച്ച് നമ്മൾ HDMI 2 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഡിവൈസിൻ്റെ പിക്ചർ ഇവിടെ കാണിക്കും. അതിൻ്റെ എങ്ങനെ സെറ്റപ്പ് ആക്കാനുള്ള ഇൻസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ റിമോട്ട് ആ ഒരു ഡിവൈസുമായിട്ട് ആൻഡ്രോയിഡ് ബോക്സുമായിട്ട് പെയർ ചെയ്യാനാണ് TVയിൽ എഴുതി കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ TVയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിമോട്ടിൻ്റെ സെൻറ്റർ ബട്ടൺ എന്ന് പറഞ്ഞ് ആ വട്ടത്തിൻ്റെ ആ സർക്കിളിൻ്റെ നടുക്കിരിക്കുന്ന ബട്ടൺ അതും ഞെക്കി പിടിക്കുക. വോളിയം ഡൗൺ കീ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ബോക്സുമായിട്ട് പെയർ ആകും എന്നാണ് TVയിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. ഈ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലാംഗ്വേജ് ഒക്കെ ചെറിയ സെറ്റിങ്സ് ഒക്കെ നമ്മുടെ ഫോണിലൊക്കെ ചെയ്തില്ലേ, ഒരു ലാംഗ്വേജ്. ഇപ്പോൾ ഈ ക്യാമറ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ, സൂമിങ് ആകുന്നുണ്ട്. സെലക്ട് വൈഫൈ. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്ന വൈഫൈയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മോഡം ആയിട്ട് ഇത് ഇപ്പം അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ് ഞാൻ. ഡീലിങ്ങിൻ്റെ മോഡം ആയിരിക്കുന്നത്. ഇപ്പോൾ ഡീലിംഗാണ് ഇവിടെ മോഡം ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഡീലിങ്ങിൻ്റെ സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡീലിങ്ങിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസുമായിട്ട് വൈഫൈ കണക്റ്റ് ആവും. ഒരു ശകലം സമയം എടുക്കുന്നു. ശകലം സമയം എടുത്ത് വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ സൈൻ ഇൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ സൈൻ ചെയ്തിരിക്കുന്ന അതേ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ യൂട്യൂബ് വീഡിയോസും ഇവിടെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ കണ്ട ഹിസ്റ്ററി അടക്കം എല്ലാം ഇവിടെ കാണും. യൂട്യൂബ് Opening YouTube. ഈ റിമോട്ടിൻ്റെ മുകളിൽ വലത് സൈഡിലായിട്ട് ഒരു വോയിസ് കമാൻഡിനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്തെടുത്ത് തരും. മറ്റേ അലക്സയുടെയൊക്കെ പോലെ. യൂട്യൂബിനകത്ത് മിക്കവാറും എല്ലാ ചാനലുകളും കിട്ടും. വാർത്തകളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. വേറെ കണക്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു 3000 രൂപ മുടക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രീ ആണ്. 4-5 വർഷത്തേക്ക് ഒരു പ്രശ്നവുമില്ല. കുറച്ച് ഇൻബിൽറ്റ് ഓപ്ഷൻ ഒന്നും പറഞ്ഞില്ലേ, അതാണ് ആ കിടക്കുന്നത്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഹോട്ട്സ്റ്റാർ. അതിന് ഹോട്ട്സ്റ്റാറിനൊക്കെ ഫ്രീ മൂവീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ താഴോട്ട് കിടക്കുന്നതൊക്കെ കുറേയൊക്കെ ഫ്രീ കിട്ടും, കുറേയൊക്കെ പെയ്ഡാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഷോപ്പിലേക്ക് പോയി ഇവിടുന്ന് കുറേ ഷോപ്പിനകത്ത് കുറേ മിക്കവാറും എല്ലാം ഫ്രീ ആയിരിക്കും. പിന്നെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാവുന്ന ആപ്സും കാണും, മൊബൈലിലെ പോലെയൊക്കെ തന്നെ. പിന്നെ ഡിസ്കവർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആപ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ വലത് സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിനകത്തൊന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഡിവൈസ് ഏതൊക്കെയാണ് കണക്റ്റഡ് ആയതുള്ളത്, അങ്ങനത്തെയുള്ള കുറേ കൺട്രോൾസൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.